അടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു 3 MCQ ടൈപ്പിൽ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് അറിയാനുള്ളൂ. ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കാം എന്താണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്നുള്ളത്. ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ട്രാൻസാക്ഷൻ എക്സ്പോഷർ മീൻസ് നമ്മളൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങളുണ്ടാവും. ഇമ്പോർട്ട് എക്സ്പോർട്ട്, ആ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന റിസ്ക് ആണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് മൂലം ഉണ്ടാകുന്ന റിസ്കിനെ വിളിക്കുന്നതാണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഡ്യൂ ടു എന്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, മെയിനായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനത്തെ ട്രാൻസാക്ഷനിൽ നിന്ന് വരുന്നത്. വീണ്ടും ഇവിടെ കാണും എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് അറൈസിങ് ഔട്ട് ഓഫ് ദി എക്സ്പോർട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈബിലിറ്റീസ്, ആ ഒരു കോൺസെപ്റ്റിന് വിളിക്കുന്ന പേര് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇന്ത്യൻ ഇമ്പോർട്ടർക്ക് ഡോളർ പേയബിൾ ഉണ്ടാവും, ഇന്ത്യൻ എക്സ്പോർട്ടർക്ക് ഡോളർ റിസീവബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം മാറുന്നതനുസരിച്ച് നമ്മൾ 3 മാസം ഇപ്പോൾ ഇമ്പോർട്ടിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഡോളറിൻ്റെ വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എക്സ്പോർട്ടർ ആണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് ഡോളർ കിട്ടുന്നത്, ചിലപ്പോൾ ഇനി ഡോളറിൻ്റെ വില കുറഞ്ഞാലോ. അപ്പോൾ അത്തരം റിസ്കിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ വരുന്നത്. അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ചോയ്സ് ഓഫ് എ പർട്ടിക്കുലർ കറൻസി ഓഫ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ എന്ത് ചെയ്യാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബില്ലടിക്കുന്ന ഇന്ത്യ റുപ്പിയിലാണെങ്കിൽ പിന്നെ റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇൻവോയ്സിങ് ഇന്ത്യ റുപ്പിയിലാണെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ടായിരിക്കില്ല. ലീഡിങ് ആൻഡ് ലാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, മുൻകൂട്ടി കൊടുക്കുക, സോ നേരത്തെ പൈസ കൊടുക്കുക, അതാണ് ലീഡിങ് എന്ന് പറഞ്ഞാൽ. നേരെ വെച്ച് ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ സോ കുറച്ചുകൂടി ലേറ്റ് ആക്കി കൊടുക്കാം. എക്സ്പോഷർ നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ $1 lakh ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇയാളാണെങ്കിൽ ഒരു $70,000 ഒരു എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 3 മാസത്തേക്കാണ് രണ്ടും. കടം പറഞ്ഞുള്ള 2 കേസ് 3. അപ്പോൾ $1 ലക്ഷം കൊടുക്കാനും ഉണ്ട്, $70,000 കിട്ടാനും ഉണ്ടെങ്കിൽ എന്ത് മതി, ഇയാളുടെ റിസ്ക് എത്ര എടുത്താൽ മതി, $30,000 എടുത്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ $70,000 കിട്ടുമ്പോൾ അത് നേരെ എന്ത് ചെയ്യുക, ഈ 1 lakhൻ്റെ ആൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈപ്പറ്റേണ്ട, നേരെ എന്ത് ചെയ്യാം, നമുക്ക് തരാനുള്ള ആളെ വിളിച്ച് പറയാം, ഞാനൊരു അക്കൗണ്ട് നമ്പർ തരാം അമേരിക്കയിൽ, അതിലോട്ട് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ $70,000 ഈ ഔട്ട് ഓഫ് 1 lakhൻ്റെ അകത്ത് 70,000 റിസ്ക് നമുക്ക് എന്ത് ചെയ്യും, റിസീവബിളിലൂടെ നമ്മൾ നെറ്റ് ചെയ്യും. ബാലൻസ് 30,000 റിസ്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, മാനേജ് ചെയ്താൽ മതി. അതിന് എക്സ്പോഷർ നെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ബാക്ക് ടു ബാക്ക് ക്രെഡിറ്റ് സ്വാപ്പുകളുണ്ട്. ഷെയറിംഗ് റിസ്കിലൊക്കെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ $1 ലക്ഷം ബില്ലാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു $50,000 എന്ത് ചെയ്യുക, സ്പോട്ടിൽ തന്നെ ഇന്ത്യൻ റുപ്പിലോട്ട് മാറ്റിയിട്ട് ബില്ലടിക്കുക. ബാക്കി $50,000 ബില്ല് തന്നെ ആക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്താവും, ഷെയർഡ് ആവും. എനിക്ക് കുറച്ച് റിസ്ക് ഫോറിൻ കറൻസി റിസ്ക് ആരെടുക്കുക, USA ഉള്ള ആൾക്ക്, കുറച്ച് റിസ്ക് നമ്മളായിട്ട് എടുക്കുക. അപ്പോൾ ഷെയറിംഗ് ഓഫ് റിസ്ക് കാര്യങ്ങളൊക്കെ ടോപ്പിക്. അതിൽ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, തിയറിറ്റിക്കലി ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ട്രാൻസ്ലേഷൻ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ CFRലൊക്കെ കൺസോൾട്ടേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൺസോൾട്ടേഷനിൽ നമ്മൾ സാധാരണ ഫോറിൻ ബ്രാഞ്ചുകൾ സബ്സിഡിയറിയൊക്കെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യും. ഓക്കെ, നോർമലി ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് എന്തുണ്ട്, ഇപ്പോൾ ദുബായിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈവൻ റെസ്റ്റോറൻറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ, ദുബായിലൊക്കെ റെസ്റ്റോറൻറ്റ് മറ്റു ഇതുകളൊക്കെ ഉണ്ട് അല്ലേ. സോ ഈവൻ UK പല സ്ഥലങ്ങളിലും ഇതുണ്ട്. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിൻ്റെ മൊത്തം ഉണ്ടാക്കുമ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു ഒരിക്കലും 10 ദിർഹവും 10 രൂപയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് 20 രൂപ എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് 10 ഇത് ദിർഹാണ്, ഇവിടെ 10 രൂപയാണ് അല്ലേ. അപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡിഫറെൻറ്റ് കറൻസിയിലുള്ള വാല്യൂസ് ഡയറക്റ്റ് ആഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ എന്തെങ്കിലും കൺവേർഷൻ ചെയ്യണം. അപ്പോൾ അത്തരം തരത്തിലുള്ള കൺവേർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. അപ്പോൾ ജസ്റ്റ് നോക്കുക, ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഫ്രം ദെയർ വാല്യൂ ഇൻ ഫോറിൻ കറൻസി ടു ദാറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഡൺ ഇൻ ഓർഡർ ടു കൺസോൾട്ടേറ്റ് ദ accounts of various subsidiary. Therefore translation exposure is also called consolidation exposure or balance sheet exposure. Okay, at least ഇത്ര അറിഞ്ഞിരിക്കുക ഒരു MCQന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേറ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. നമ്മൾ സാധാരണ മറ്റേ AS11 ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെയുള്ള ഇതിൽ നമ്മൾ കറണ്ട്, നോൺ കറണ്ട്, മോണിറ്ററി, നോൺ മോണിറ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ സെയിം കോൺസെപ്റ്റ് തന്നെ. ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. സോ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ ഈസ് റിസ്ക് കെയിം ഫ്രം എന്താണ്, നമ്മൾ ഇമ്പാക്ട് ഓൺ ക്യാഷ് ഫ്ലോസ് ബട്ട് വൂസ് വാല്യൂസ് ആർ നോട്ട് കോൺട്രാക്ച്വലി ഡിഫൈൻഡ്. നേരെ മറിച്ച് നേരത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ കേസ് നോക്കി, ഇമ്പോർട്ട് എക്സ്പോർട്ട് അവിടെ ഡിഫൈൻഡ് ആണ്. ദാറ്റ് ഈസ് $1 lakh അല്ലെങ്കിൽ എക്സ്പോർട്ട് ആണെങ്കിൽ ഇപ്പോൾ $2 lakh കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ അത്തരം കേസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ
ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ദാറ്റ് ഈസ് ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആണ്. നേരെ മറിച്ച് ഒരു ഇമ്പാക്റ്റ് ഓൺ എ ക്യാഷ് ഫ്ലോ വിച്ച് ഹാസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, സോ ഡിഫൈൻഡ് അല്ലാത്ത, ഓക്കെ, ഒരു ആസ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസാക്ഷനിൽ ഡിഫൈൻഡ് ആണ്. ഇവിടുത്തെ കേസിൽ എന്ന് പറയാം വാല്യൂസ് ആർ നോട്ട് എന്നൊരു കോൺട്രാക്ച്വലി ഡിഫൈൻഡ്. ഓക്കെ, സോ സം എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a deal for buying selling goods under negotiation, the price of goods being negotiated may be affected by fluctuations in exchange rate. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡീൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ 1 കിലോഗ്രാമിന് $100 അപ്പോൾ നമ്മൾ 10% ഡിസ്കൗണ്ട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 കിലോക്ക് $100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് എക്സ്ചേഞ്ച് റേറ്റ് 80 രൂപ ആണെന്ന് വിചാരിക്കും. ഇന്ന് എക്സ്ചേഞ്ച് റേറ്റ് 80 രൂപ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു 98 രൂപ ആക്കാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ $2 കുറച്ചിട്ട് 98 രൂപ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, $98 ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നെഗോഷിയേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് $1 എത്രയാണ്, 80 രൂപ എന്ന് വിചാരിക്കുക. 80 രൂപ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് 1 കിലോ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ റുപ്യ എത്ര ആവും, 100 × 80, ദാറ്റ് ഈസ് എത്ര, 8000 രൂപ കിട്ടും. 100 × 80 8000 രൂപ കിട്ടും. നേരെ വെച്ച് നമ്മൾ 2 മാസം നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എത്രയെന്ന് വിചാരിക്കുക, 85 വിചാരിക്കും. നമുക്ക് $98 കിട്ടി. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് സക്സസ് ആയി. 100 രൂപക്ക് പകരം നമുക്ക് 98 കിട്ടി. പക്ഷേ ഇന്ത്യ റുപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ 98 രൂപ × 85 രൂപ ഈക്വൽ ടു 8330. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ. നമുക്ക് നോക്കുമ്പോൾ $100 താഴെ കിട്ടി. 1 കിലോ നമ്മൾ $100 അവർ പറഞ്ഞ പ്രൈസിന് നമ്മൾ 2 മാസം എടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് 98 രൂപക്ക് എന്ത് ചെയ്തു, 1 കിലോ ഒപ്പിച്ച് നമ്മൾ $2 നമ്മൾ ഡിസ്കൗണ്ട് എടുത്തു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പിലോട്ട് മാറ്റിയപ്പോൾ എത്രയായി. ഓക്കെ, സോ 85 രൂപ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നേരത്തെ 100 രൂപക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മൾ 80 രൂപ കിട്ടിയേനെ, 80 രൂപക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ 85 രൂപ കൊടുക്കേണ്ട അവസ്ഥയിൽ മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നെഗോഷിയേഷൻസിൻ്റെ ഒക്കെ ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ക്യാഷ് ഫ്ലോസിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇമ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ പർട്ടിക്കുലർ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക USA നിന്ന്. അപ്പോൾ ഡിസ്പ്ലേ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റൊക്കെ ബഡ്ജറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സെല്ലിംഗ് പ്രൈസിന് വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് മാറും തോറും ഓരോ വട്ടം ഡിസ്പ്ലേ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. വേറെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നില്ല. ഓക്കെ, $10 തന്നെയാണ്. ഓക്കെ, $10 സാധനം നമ്മൾ $10 തന്നെ അന്നും ഇന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്തോറും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തെങ്കിലും കൂടിക്കൊണ്ടേയിരിക്കും. അതുവഴി എന്ത് ചെയ്യും, പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് സെല്ലിംഗ് പ്രൈസ് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്തെങ്കിലും കുറയും. അപ്പോൾ ഇത്തരം എക്സ്പോഷറിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. 3 ടൈപ്പ് എക്സ്പോഷർ: ട്രാൻസാക്ഷൻ, ട്രാൻസ്ലേഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പോഷർ. ഓക്കെ, അതിൻ്റെ MCQ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്, ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.